ജുമുഅ ഖുത്ബക്ക് ഉപയോഗിക്കുവാൻ ഒരു വകുപ്പും ഇല്ല എന്നുള്ളത് വ്യക്തമാണ്. ഏത് കിതാബ് ഏത് രൂപത്തിൽ എങ്ങനെ അർത്ഥം വച്ചാലും ശരി, ഒരു ചെറിയ ഒരു പിടിവള്ളി പോലും ഈ യന്ത്രം ജുമുഅ ഖുത്ബയിൽ ഉപയോഗിക്കുന്നതിന് കിട്ടുകയില്ല എന്നുള്ളത് അഭ്യുന്നതരായ നാദാപുരത്തെ ശംസുൽ ഉലമ കീഴനൂർ പച്ചക്കു പറഞ്ഞതാണ്. ഓരത് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇനി ഒരാളും അത് ആലോചിക്കാൻ നിൽക്കേണ്ടതില്ല. അത് നമ്മുടെ നിലപാട് വ്യക്തവുമാണ്. ഈ യന്ത്രത്തിലൂടെ കേൾക്കുന്ന ശബ്ദമാണ് 40 ആളുകൾ അഥവാ 39 ആളുകൾ കേൾക്കുന്നത് എങ്കിൽ ആ ജുമുഅ ഖുത്ബ സ്വഹീഹ് അല്ല. അത് തീർത്തും ഫാസിദായിട്ടുള്ള ഒരു ഇബാദത്താകുന്നു, ഒരു ജുമുഅയാകുന്നു. അതുകൊണ്ട് തന്നെ അക്കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഒരു നിലപാടും ഒരു എതിരഭിപ്രായം പോലും അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു അഭിപ്രായം പോലും നമ്മുടെ മദ്ഹബിൽ ഈ വിഷയത്തിലില്ല.